ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2024 സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 5 വരെ, അതായത് മലയാള മാസം 1200 ആണ്ട്, കന്നി 13 മുതൽ 19 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് ബുധനും ശത്രുസ്ഥാനത്ത് രവിയും കളത്രസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വാക്ക് പാലിക്കും, കുടുംബസുഖം ലഭിക്കും, ധനലാഭവും സന്തോഷവും ഉണ്ടാകും, സഞ്ചാര തടസ്സങ്ങൾ ഉണ്ടായേക്കാം, രോഗം ശമിക്കും, കാര്യസാധ്യമുണ്ടാകും, ഭാഗ്യം വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യം കുറയും, സ്ത്രീകൾ നിമിത്തം ഉപദ്രവത്തിന് സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്ത് ബുധനും രവിയും ശത്രുസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും, മനപ്രയാസമുണ്ടാകും, ബന്ധുസമാഗമവും യാത്രാഗുണവും കാണുന്നു. രോഗശമനം ഉണ്ടാകും, ശത്രുശല്യം വർദ്ധിക്കും, ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും കൃത്യനിഷ്ഠയും കഠിനാധ്വാനവും കാരണം എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കും. മൗലികമായ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശാസ്താപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും സുഖസ്ഥാനത്ത് ആദിത്യനും ബുധനും പുത്രസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും, ധനലാഭം ഉണ്ടാകും, അനുഭവഗുണം വർദ്ധിക്കും, മനോവിഷമം ഉണ്ടാകും, ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ധർമ്മപ്രവർത്തികളിൽ താൽപ്പര്യം കുറയും, കർമ്മരംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാം. നല്ല കാര്യങ്ങൾക്കായി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ബുധനും രവിയും സുഖസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ശനിയും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തി, ഐശ്വര്യം, ആരോഗ്യപുഷ്ടി എന്നിവ ഉണ്ടാകും. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത കാണുന്നു. സന്താനഗുണം വർദ്ധിക്കും, പലവിധ സുഖാനുഭവങ്ങൾക്ക് സാധ്യത. നാൽക്കാലികൾക്ക് നാശമുണ്ടാകാൻ സാധ്യതയുണ്ട്. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും രവിയും സഹോദരസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വാക്കുകൾ ശ്രദ്ധേയമായി തീരും, ധനലാഭം കാണുന്നു. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. ദാമ്പത്യബന്ധം സുദൃഢമാകും. പുത്രന്മാർക്ക് ക്ലേശത്തിന് സാധ്യതയുണ്ട്. ഭാഗ്യവർദ്ധനം ഉണ്ടാകും. ഭൂമി കൈവശം വന്നു ചേരാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും രവിയും ധനസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും, കോപം വർദ്ധിക്കും, ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ധനാഗമം ഉണ്ടാകും, ഭൗതികമായ സുഖങ്ങൾ വർദ്ധിക്കും, ശത്രുശല്യം കുറയും, പ്രവൃത്തികളിലുള്ള സാമർഥ്യം വർദ്ധിക്കും. സ്വന്തം സ്ഥാനത്തിനു നിരക്കാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെലവ് നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശയനസുഖവും മൃഷ്ടാന്ന ലാഭവും സിദ്ധിക്കും. പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. വിദഗ്ധോപദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബന്ധുസമാഗമം ഉണ്ടാകും. അകാരണമായ ദുഃഖം മനസ്സിനെ അലട്ടും. ശരീരസുഖം കുറയും. അമിതമായ ചെലവിന് സാധ്യത. കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. പാപപ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും ലാഭസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമത്തിന് സാധ്യത കാണുന്നു. ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും വിഷമതകൾ ഉണ്ടായേക്കാം. സുഹൃത്തുക്കളുടെ പെരുമാറ്റം മനസ്സിനെ മുറിപ്പെടുത്താം. കാര്യസിദ്ധി ഉണ്ടാകും. ശത്രുശല്യം അലട്ടാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. മനസന്തോഷവും ഐശ്വര്യപുഷ്ടിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ബുധനും രവിയും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. കീഴുദ്യോഗസ്ഥരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. സഹോദര ഗുണം കാണുന്നു. ശത്രുശല്യം വർദ്ധിക്കും. ഭാര്യയ്ക്ക് രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത. മൗലികമായ പദ്ധതികൾക്ക് നേതൃത്വം വഹിക്കാനുള്ള അവസരം വന്നുചേരും. സുഖാനുഭവ യോഗം കാണുന്നു. കർമ്മപുഷ്ടി പ്രതീക്ഷിക്കാം. സുഖഭോജനം, മനസന്തോഷം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും കർമ്മസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾ അലസത വെടിയേണ്ടതാണ്. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ഗൃഹവാഹനാദി സൗഖ്യം പ്രതീക്ഷിക്കാം. വിവാഹാർത്ഥികൾക്ക് അനുകൂലമായ ആലോചനകൾ വന്നു ചേരുന്നതാണ്. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തിയുണ്ടാകും. ധനവർദ്ധനവിന് യോഗം കാണുന്നു. അഗ്നി, ആയുധം എന്നിവയാൽ മുറിവ് പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. സർക്കാർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നേക്കാം. മനപ്രയാസം വർദ്ധിക്കും. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ബുധനും രവിയും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. അത്യുത്ഥാനത്താൽ കാര്യവിജയം ഉണ്ടാകും. ഗൃഹം, വാഹനം എന്നിവ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അനുഭവ ഗുണം കുറയും. ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സന്താന ഗുണം വർദ്ധിക്കും. ഗവൺമെൻറ് സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവപ്പെടാം. ധനലാഭവും കളത്രസുഖവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ബുധനും രവിയും അഷ്ടമത്തിൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട്. ബന്ധുഗുണം കുറയും. ശാരീരിക ക്ലേശം വർദ്ധിക്കും. ഉദരരോഗത്തിന് സാധ്യത കാണുന്നു. ഉറക്കക്കുറവ് അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക.